എക്സ്ക്ലൂസീവ്. KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റിനെ മാറ്റണമെന്ന് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും MSFന്റെ പരാതി. ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുന്നണി മര്യാദ ലംഘിച്ചെന്നാണ് പരാതി. KSUവിന്റെ UUCമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയെന്നും MSF ആരോപിക്കുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ കല്യാട്, KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള പരാതി കൊടുക്കുന്നത് MSF ആണ്. എന്താണ് അവിടെ ഉണ്ടായ സംഭവം? അത് സംബന്ധിച്ച് ഇപ്പോൾ ഈ പരാതിക്കാർ പറയുന്നത് എന്താണ്? സുജിയ, കാസർഗോഡ് UDF സംവിധാനത്തിലാണ് ഇത്തരമൊരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂരിനെ സ്ഥാനത്തു നിന്നും നീക്കണമെന്നുള്ള ആവശ്യമാണ് MSF തന്നെ, അതായത് ഒരു മുന്നണിയിൽ ഒരുമിച്ച് മത്സരിക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു മുന്നണിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഇത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകൾ, അതായത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 17 സീറ്റുകൾ MSF വിജയിച്ചിരുന്നു. 4 സീറ്റുകളിൽ വിജയിച്ചിരുന്നത് KSU ആണ്. എന്നാൽ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ UUCമാർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ 18-നെതിരെ 19 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്, അല്ലെങ്കിൽ 19 വോട്ട്, ഒരേ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് MSF സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് KSUവിൻ്റെ 4 പേരിൽ 3 പേർ മാത്രമേ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളൂ. അതുതന്നെ MSFന്റെ ഇടപെടലിൻ്റെ ഭാഗമായി മാത്രം വോട്ട് ചെയ്യാൻ എത്തിയതാണ് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിലുള്ള KSUവിൻ്റെ UUC സ്ഥാനാർത്ഥിയെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇടപെട്ട് അത്തരമൊരു വോട്ട് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം അവർ തമ്മിൽ സംസാരിക്കുകയും ആ പറയുന്ന UUC വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് MSF ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുന്നണി മര്യാദ ലംഘിച്ചു, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് വഞ്ചന നടത്തി എന്നുള്ളതാണ് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും DCC പ്രസിഡന്റ് PK ഫൈസൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പരാതിയിൽ MSF ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂരിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാതെ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നണിയായി തന്നെ മത്സരിക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകും എന്നുള്ള കാര്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം KSU ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 2 സീറ്റുകളിലാണ് ജയസാധ്യത ഉണ്ടായിരുന്നത്. ഒന്ന് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവിലേക്കും ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വോട്ട് UUCമാരുടെ എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ 2 സീറ്റുകളും MSF ആവശ്യപ്പെട്ടപ്പോൾ KSU മുന്നോട്ട് വെച്ചിരുന്നത് ഒരു സെനറ്റിലേക്കെങ്കിലും KSUവിൻ്റെ ആളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരമൊരു സമീപനം MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായത് എന്നുള്ള കാര്യം KSUവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ സർവകലാശാലയിൽ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് UDSFന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അതിനു പിന്നാലെ തന്നെ ജില്ലാ പ്രസിഡന്റ്, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിനെതിരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും KPCC അനുവദിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണം, വൈരാഗ്യ ബുദ്ധിയോടെ MSFനോട് പെരുമാറുന്നു എന്ന ആരോപണം, ഇതാണ് KSU ജില്ലാ പ്രസിഡന്റിനെതിരെ ഇപ്പോൾ MSF കൊടുത്ത പരാതിയിൽ പറയുന്നത്. താങ്ക് യു അർജുൻ കല്യാൺ.